എന്താണ് യു ഡി എഫിൽ കാണുന്നത്? ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു നിലമ്പൂരിൽ. ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് അൻവർ എന്ന് പറയുന്ന ഒരു പേരിലേക്ക് മാത്രമാണ്. യു ഡി എഫിനെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ അൻവർ MLA സ്ഥാനം രാജിവെക്കുന്നതിന് മുൻപും അൻവർ MLA സ്ഥാനം രാജിവെച്ച ശേഷവും ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അൻവർ ഉയർത്തിയ ഒരു രാഷ്ട്രീയമുണ്ട്. അത് പ്രതിപക്ഷത്തിരുന്ന് ഞങ്ങൾ ഉയർത്തിയൊരു രാഷ്ട്രീയം. അത് അൻവർ വളരെ കൃത്യമായി ഭരണപക്ഷത്തിരുന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കേൾക്കുകയും ചെയ്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് നിലമ്പൂരിൽ ചർച്ചയാകും എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ പൊളിറ്റിക്സ് ആണ് നിലമ്പൂരിൽ ചർച്ചയാകേണ്ടത് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ആ പൊളിറ്റിക്സിന്റെ അവസാന ഭാഗം ജനം കേൾക്കില്ല എന്നുണ്ടോ? അതിന്റെ അവസാന ഭാഗമാണല്ലോ ഇപ്പോൾ നമ്മൾ കേട്ടത്. അല്ല, നിങ്ങൾ അൻവർ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് മാത്രം പോവാണ്. ഞങ്ങൾ പറഞ്ഞത് അൻവർ എന്ന വ്യക്തി മാത്രമല്ല, അൻവറിനായാലും സ്മൃതിക്കായാലും നവാസിനായാലും ഒരു വോട്ടുണ്ട്. പക്ഷേ നമ്മളെ സ്വാധീനിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ വോട്ടുകളാണ്. അങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ വോട്ടുകളാണെങ്കിൽ അൻവർ എന്തിന് രാജിവെച്ചു എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അൻവർ രാജിവെച്ചത് CPM-ഉം RSSും തമ്മിലുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെയും കേരളത്തിലെ പോലീസിനകത്തുള്ള RSSൻ്റെ പിടിമുറുക്കലിനെതിരെയുള്ളൊരു പോരാട്ടമായിട്ടാണ് അൻവർ രാജിവെച്ചത്. ആ രാജിവെച്ച രാഷ്ട്രീയം അവിടെ നിൽക്കുന്നുണ്ട്. ആ രാഷ്ട്രീയത്തെയാണ് ജനങ്ങൾ അഡ്രസ്സ് ചെയ്യുക. വ്യക്തി കേന്ദ്രീകൃതമല്ലല്ലോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയം സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. അതുകൊണ്ട് ഇവിടെ നിലമ്പൂരിൽ എഫക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്വാഭാവികമായി വികസന പ്രവർത്തനങ്ങൾ പാലക്കാട്ടും അതുപോലെ തന്നെ വയനാട്ടിലും ചേലക്കരയിലും ചർച്ച ചെയ്തതുപോലെ പ്രാദേശിക രാഷ്ട്രീയം പാലക്കാട്ടും അതുപോലെ തന്നെ ചേലക്കരയിലും വയനാട്ടിലും ചർച്ച ചെയ്തതുപോലെ നിലമ്പൂരിലും വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യപ്പെടും. സർക്കാർ വിരുദ്ധ സമീപനങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അതിലേറ്റവും പ്രധാനമായി ചർച്ചയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിൽ അവിടെ ആയിരുന്ന MLA ശ്രീ PV അൻവർ രാജിവെച്ച് വരാനുണ്ടായ സാഹചര്യം എന്താണ്? അൻവർ ഇപ്പോൾ പറയുന്നത് ഞാൻ രാജിവെച്ച് വന്ന സാഹചര്യത്തെ കൂടുതൽ ഉപയോഗിക്കാൻ എൻ്റെ അഭിപ്രായം എന്നതാണ്. അല്ലാതെ ഞാൻ രാജിവെച്ച് വന്ന സാഹചര്യം മാറിപ്പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ കാണിച്ച ദൃശ്യത്തിനകത്ത് അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട് എന്തു കാരണത്താലാണ് ഞാൻ രാജിവെച്ചത്, ആ രാജിവെച്ച പ്രശ്നം അതീവ ഗൗരവമായി പോയി തുടരുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഞങ്ങൾ ആ കോസിൻ്റെ മുകളിലുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി, കഴിഞ്ഞ 10 വർഷക്കാലമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം RSSുമായി BJPയുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം എത്തിയുന്നത് തൃശ്ശൂർ പാർലമെന്റ് സീറ്റിൽ BJPയുടെ MP ജയിക്കുന്നിടത്ത് വരെ എത്തിയത് ആ ഡീലിംഗ് ആണ് എന്ന കാര്യത്തിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. സ്മൃതി ഒരു 2 മിനിറ്റ് സമയം തന്നാൽ ഞങ്ങളുടെ ഒരു പൊളിറ്റിക്സിന്റെ വേർഷൻ ഞങ്ങൾ പറയാം. 2016 മെയ് മാസം ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ രമൺ ശ്രീവാസ്തവയെ ഉപദേഷ്ടാവായി കൊണ്ടുവന്നു. UDF നേതാക്കന്മാരൊക്കെ വിട്ടു. CPM-ന്റെ തന്നെ മുഖ്യമന്ത്രിമാർ കേരളത്തിൽ വന്നപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാൽ ഇവരെ ഉപദേഷ്ടാവിനെ വെച്ചു. ഉപദേഷ്ടാവിനെ വെക്കാം, അവരുടെ ഇഷ്ടമാണ്. കൊണ്ടുവന്ന് വെച്ചത് രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന 991 ഡിസംബർ മാസം 15-ാം തീയതി കേരളത്തിൻ്റെ പാലക്കാട് പുതുപ്പള്ളിയിൽ CPM പോലും വിമർശന വിധേയമാക്കിയിട്ടുള്ള അന്ന് UDF ഭരിക്കുന്ന ഒരു സമയത്തു തന്നെ അതിനകത്ത് സംഘപരിവാർ അനുകൂലമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് മലയാളി ഒന്നടക്കം പറഞ്ഞ ആ സിറാജുൻ നിസയുടെ കൊലപാതകമുണ്ടായ രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ റിട്ടയർ ചെയ്ത ശേഷം ഉപദേഷ്ടാവായി കൊണ്ടുവന്നത് അത് അവിശുദ്ധമായ കൂട്ടുകെട്ടിൻ്റെ കാരണമാണ് എന്ന് ഞങ്ങൾ ഉദാഹരണ സഹിതം പറഞ്ഞു. അവിടുന്ന് കഴിഞ്ഞു DGP ലോക്നാഥ് ബെഹ്റയെ കൊണ്ടുവന്ന് വെച്ചു. ആരാണ് ലോക്നാഥ് ബെഹ്റ എന്ന് ഞങ്ങൾ പറയേണ്ടതില്ലല്ലോ. ലോക്നാഥ് ബെഹ്റ ഗുജറാത്തിലെ NIA കേഡറായി നിൽക്കുന്ന സമയത്ത് നരേന്ദ്രമോദിക്ക് റീഇൻവെസ്റ്റിഗേഷൻ നടത്തി ക്ലീൻ ചീറ്റ് കൊടുത്ത വ്യക്തിയാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആ ലോക്നാഥ് ബെഹ്റയെയും കൊണ്ടുവന്നു. അവിടെ തീർന്നില്ല. 2017 ഓഗസ്റ്റ് മാസം 17-ന് ശ്രീ ആനി രാജ തന്നെ പറഞ്ഞത് പോലീസിനകത്ത് RSS ഫ്രാക്ഷൻ പിടിമുറുക്കുന്നു എന്ന് കൈരളി ചാനൽ ചിത്രം സഹിതം പുറത്തുവിട്ടിട്ട് പറഞ്ഞു. 2017 ഓഗസ്റ്റ് മാസം 17 കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്രത്തിൽ പഠന ശിബിരം നടക്കുന്നു. 27 ഉന്നത കേരള പോലീസിലെ 27 ഉന്നത പോലീസുകാർ നിൽക്കുന്നു. തത്വമസി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പറഞ്ഞത് ഞങ്ങളായിരുന്നില്ല, കൈരളി ചാനലും ആനി രാജയുമായിരുന്നു. അവിടുന്ന് കഴിഞ്ഞ് നമ്മൾ കണ്ടു ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയത്തെ അടിവരയിടുന്ന തെളിവ് 2018 ശബരിമലയ്ക്ക് 18-ാം പടിക്ക് മുകളിൽ വത്സം തില്ലങ്കേരി കേരള പോലീസിന്റെ വയർലെസ് ഉപയോഗിച്ച് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു നടപടിയും നമ്മൾ കണ്ടില്ല. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയവർക്ക് നടപടി കണ്ടില്ല. അതിനപ്പുറത്തേക്ക് യോഗം കൂടിയവർക്ക് നടപടി കണ്ടില്ല. വത്സം തില്ലങ്കേരി അത്തരത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കേരള പോലീസിന്റെ മൈക്ക് ഉപയോഗിച്ചതിന് നടപടി കണ്ടില്ല. 2023 ജൂൺ മാസം 2 റാം മാധവിനെ നേരിട്ട് കണ്ടു കേരളത്തിന്റെ ADGP എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ ഇവർ തള്ളിക്കളഞ്ഞു. പക്ഷെ പിന്നീട് തെളിവ് സഹിതം പുറത്തു വന്നു. ആരാ റാം മാധവ്? ഞാൻ പറയണ്ടല്ലോ, ത്രിപുര തിരഞ്ഞെടുപ്പ് നയിച്ചത് റാം മാധവായിരുന്നു. കാശ്മീരിൽ PDP BJP അവിശുദ്ധമായിട്ടുള്ള കേരളം ഇന്ത്യ ഇന്ന് വരെ പ്രതീക്ഷിക്കാത്ത ഒരു മുന്നണി ഉണ്ടാക്കിയത് ഇതേ റാം മാധവായിരുന്നു ചുമതല വഹിച്ചത്. ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ആ റാം മാധവും കേരളത്തിന്റെ ശമ്പളം വാങ്ങുന്ന ADGP തമ്മിൽ എന്ത് ബന്ധമാണ് എന്ന് കേരളം ചോദിച്ചപ്പോൾ മിണ്ടാതിരുന്ന പിണറായി വിജയൻ, ഞങ്ങൾ അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആ പ്രശ്നം 2024 മാർച്ച് മാസം RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ല വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടതും ഈ ADGP. അതിന് പിറകിൽ
നമ്മൾ പറഞ്ഞല്ലോ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, അതിന് തൊട്ട് പിറകിൽ പൂരം ഉണ്ടാകുന്നു, പൂരം കലങ്ങുന്നു. പൂരത്തിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ഒരു മാസം മുൻപ് നിങ്ങൾ പുറത്തുവിട്ടല്ലോ. ബഹുമാനപ്പെട്ട കേരളത്തിലെ മന്ത്രിസ്ഥാനത്ത് കേരളത്തിലെ മന്ത്രിസഭയിലെ രണ്ടാമൻ ശ്രീ കെ രാജൻ പറഞ്ഞ എന്താണ്? രാവിലെ ഞാൻ അദ്ദേഹത്തെ കണ്ടു, ഈ അപകടത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു, ചില പ്രയാസങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് വൈകുന്നേരം അദ്ദേഹത്തിന്റെ പേഴ്സണൽ നമ്പറിൽ വിളിച്ചു, അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ നമ്പറിൽ വിളിച്ചു, അദ്ദേഹം ഫോൺ എടുത്തില്ല, എന്നോട് സംവദിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല എന്ന് രണ്ടാമൻ പറയുമ്പോൾ രണ്ടാമനെ ധിക്കരിച്ച് കളയാൻ ഒന്നാമന്റെ അനുവാദം ഉണ്ടാകണ്ടേ സ്മൃതി? അപ്പോ അൻവർ ഉന്നയിച്ച ഒരു വിഷയമുണ്ട്, അത് കേരള പോലീസ് സംഘിവൽക്കരിക്കപ്പെടുന്നു, പോലീസിനകത്ത് RSS പിടിമുറുക്കുന്നു. മലപ്പുറം ജില്ലയെക്കുറിച്ച്, മലപ്പുറത്താണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്, മലപ്പുറം ജില്ലയെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞതും ഇവിടുത്തെ SP ആയിരുന്ന സുജിത് ദാസിനെയും നമ്മൾ മറന്നു പോകുന്നില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.